കാന്തല്ലൂരിൻ്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KCB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. കോടമഞ്ഞിൻ്റെ കുളിരുപറ്റി നിലയുറപ്പിച്ചിരിക്കുന്ന ആപ്പിൾ മരങ്ങൾ കാന്തല്ലൂരിൻ്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് KCBയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ അദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിൽ എത്തി. അന്ന് നാമമാത്രമായാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിൻ്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. അപ്പോൾ ഇതിൻ്റെ ആയുസ് അന്വേഷിച്ചപ്പോൾ 25 കൊല്ലം 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഇനി പുതിയതായിട്ട് പുതിയ വെറൈറ്റി ഏതാ ഉള്ളതെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് HRMN 99 എന്ന് പറഞ്ഞൊരു വെറൈറ്റി നോർത്ത് ഇന്ത്യയിൽ ഹിമാചലിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്നോഫോളൊന്നും വേണ്ട, ലോ ചില്ലിങ് ഏരിയയിൽ വളരുന്ന വെറൈറ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അവിടുന്ന് കുറേ തൈകൾ കൊണ്ടുവന്നു. അത് ആണ് ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ മരം. HRMN 99 എന്ന് പറയും. ഹരിമാൻ ശർമ്മ അങ്ങേരാണ് അത് ഡെവലപ്പ് ചെയ്ത്. അങ്ങേർക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞു വേണ്ടാത്ത HRMN-നുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയുമൊക്കെ ഇവിടെ പരിപാലിക്കുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത്. രാസവളങ്ങൾ ഇതിനകത്ത് കയറ്റിയിട്ടേ ഇല്ല. ചാണകം കമ്പോസ്റ്റാക്കും, ചാണകം പൊടിയിടും. പിന്നെ ഇവിടെ ഈ മരങ്ങൾ ഇവിടെ ചപ്പ് ചവറ് എല്ലാം ഇതിൻ്റെ കടയ്ക്ക് മൾച്ചിയായിട്ട് പൊതയിടും. അപ്പോൾ ഈർപ്പം നിലനിൽക്കും. പിന്നെ നനയ്ക്കുന്നുണ്ട്. കാന്തല്ലൂരിൻ്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി കർഷകർ കാന്തല്ലൂരിൻ്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.